മയോണൈസ് കഴിച്ച് 10 പൈസക്കാരൻ മരിച്ചു. ഓ, മയോണൈസ് അത്ര കുഴപ്പക്കാരനാണ് ആണാടോ? എടോ, ആ. മയോണൈസ് തയ്യാറാക്കുമ്പോഴും കഴിക്കുമ്പോഴും ആ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാം. ആഹാ, അങ്ങനെയാണ് ഇതിന്റെ കൊണ്ട് എന്തോരം മയോണൈസ് ആണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഞാൻ മരിക്കണ്ടേ? എന്തേ? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിലാണ് മയോണൈസ് തയ്യാറാക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ വകുപ്പുകൾ? പറയാം, വാ. ആ. പ്രധാനമായും ആ. മയോണൈസ് തയ്യാറാക്കുവാൻ പച്ചമുട്ട ഉപയോഗിക്കരുത്. അതെന്താ പച്ചമുട്ട ഉപയോഗിച്ച കുഴപ്പം? പച്ചമുട്ടയിൽ ആ. അപകടകരമായ ബാക്ടീരിയകൾ വേഗം തന്നെ പെരുകും. ഓ. അത് കഴിച്ചു കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ ആ, പറയാം. എന്താ പിന്നെ കഴിക്കാണ്ടിരുന്നാ പോരെ? അല്ലടോ, പിന്നെന്ത് ചെയ്യും? പാസ്ചറൈസ് ചെയ്ത മുട്ട ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ. പക്ഷേ തയ്യാറാക്കിയാൽ ആ. 1 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. അതെന്തിനാണോ? മുട്ടയല്ലേ, ആ. വൈകും തോറും കേടാവും. അല്ലെങ്കിൽ ചില്ലറിൽ സൂക്ഷിക്കണം. അപ്പോ ഈ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്ന സാധനങ്ങളെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഭക്ഷണം കൊണ്ടുവരുന്ന പാക്കറ്റിൽ ഇൻസ്റ്റന്റ് ഫുഡ് ലേബൽ പതിച്ചിട്ടുണ്ടാവും. അതിൽ ഭക്ഷണം എപ്പോൾ തയ്യാറാക്കിയെന്നും എത്ര സമയത്തിനുള്ളിൽ കഴിച്ചിരിക്കണമെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നവർ ഇക്കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. പിന്നൊരു കാര്യം, ഫുഡ് ഡെലിവറി ചെയ്യണ ബാഗിനകത്ത് അൽഫാം, മന്തി, ചൂട് പൊറോട്ട, ബിരിയാണി ഇതൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഒപ്പം തന്നെയല്ലേ മയോണൈസ് കൊണ്ടുവരുന്നത്? അതാ അപകടകരമല്ലേ? തീർച്ചയായും മിനിമം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് ഓ. മയോണൈസ്. അതൊരിക്കലും ചൂടുള്ള ഭക്ഷണത്തോടൊപ്പം പാക്ക് ചെയ്യാൻ പാടില്ല. ഹോട്ടലുകാരും ഡെലിവറി ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ മയോണൈസ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ? ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യില്ല. ആ. അപ്പോ ഒത്തിരി ശ്രദ്ധയിലും വൃത്തിയിലുമാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്തിരി മയോണൈസ് കഴിക്കാമല്ലോ. ഒരു കുഴപ്പമില്ല. സുരക്ഷിത ആഹാരം ആരോഗ്യത്തിന് ആധാരം. പൊതുജന താൽപര്യാർത്ഥം ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കോട്ടയം.